45 വർഷം ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ. പക്ഷെ ഇതുപോലെ മോഹൻലാൽ ബുദ്ധിമുട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ സിഡ്നിയിലേക്ക് പോയിരിക്കുകയാണ്. മോഹൻലാലിന് മാത്രമാണ് വിസ നിഷേധിച്ചത്. അത് എന്തുകൊണ്ടാണ്? ആരാണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് മോഹൻലാലിന് മാത്രം വിസ ഇല്ലാത്തത്? അദ്ദേഹമാണെങ്കിൽ നിരവധി രാജ്യങ്ങളിൽ പോയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാണ്. അതുമാത്രവുമല്ല, ഈ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. മോഹൻലാൽ ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും. അതുമാത്രവുമല്ല, കോടികളാണ് മോഹൻലാൽ ഇതിനുവേണ്ടി പ്രതിഫലം പറ്റുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആഴ്ചയിൽ മാസത്തിൽ മോഹൻലാൽ ഒരു തവണയെങ്കിലും വിദേശത്ത് പോയിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമിലെങ്കിലും പങ്കെടുക്കാറുമുണ്ട്. അതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 40-45 വർഷമായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പരിപാടി തന്നെയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആകുമ്പോൾ വിസക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും മോഹൻലാലിനെ പോലെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിസ കിട്ടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മോഹൻലാലിനെ കാട്ടിയും ഗ്രേഡ് കുറഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞാൽ വിസ കിട്ടിയിട്ട് അവിടത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് മോഹൻലാലിന് മാത്രം ബിസിയില്ല. എന്തുകൊണ്ടാണ് മോഹൻലാലിന് മാത്രം ബിസിയില്ലാത്തത്? ഇവിടെയുള്ള സംഖ്യകളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലിന്റെ മകളെ പാറ്റാ സമരത്തെ പിന്തുണച്ചത് കൊണ്ടാണ് ബിസിയില്ലാത്തത് എന്ന് ചില ടീമുകൾ പറയുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിന് വിസ കൊടുക്കണ്ട, അതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചില ടീമുകൾ പറയുന്നത്. ഇതാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം? ഒരിക്കലുമല്ല. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ സിഡ്നി പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലുള്ള നിരവധി സംഘടനകളുണ്ട്. ഈ സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മലയാളികളാണെങ്കിലും ഇവറ്റകൾ പരസ്പരം കണ്ടൂടാ. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ ആൾക്കാർ തന്നെയാണ്. നമ്മളെ കാട്ടിയും അതായത് ഇവിടുത്തെ കാട്ടിയും വൃത്തികെട്ട രീതിയിലാണ് ചില സംഘടനകൾ അവിടെ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അവിടെയുള്ള സംഘടനകളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം തമ്മത്തല്ലും കുത്തിത്തിരിപ്പും ഉണ്ട്. പണ്ട് നിങ്ങളൊരു സിനിമ കണ്ടിരോ എന്നറിയില്ല. അതായത് കടൽ കടന്ന് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ മമ്മൂട്ടിന്റെ ഒരു സിനിമ. ആ സിനിമയിലുള്ള പുഴുക്കുത്തലുകൾ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ? അത് ഒറിജിനൽ തന്നെയാണ്. അവിടെയുള്ള പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ഇതാണ്. 1-2 പ്രമാണികൾ ചേർന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടന ഉണ്ടാക്കും. ആ സംഘടന പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുത്തൻ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്റെ പുറകിലേ ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാണ് ഈ സംഘടനയിലുള്ള പല ആൾക്കാരും. അതായത് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകിനെ പോലെയാണ്. ചോര ഊറ്റി കുടിക്കുകയാണ് ഇവറ്റകളുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മോഹൻലാലിന്റെ ഒരു പരിപാടി അതെങ്ങനെ മുടക്കണം, അതെങ്ങനെ മുടക്കാൻ കഴിയണം നോക്കും എന്നൊക്കെ കരുതിയിട്ട് അവിടെ ഒരുപാട് ഇങ്ങനെ കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘടന തന്നെയാണ് ഇത് മുടക്കിയത് എന്നാണ് പറയുന്നത്. അല്ലാതെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ തന്നെയാണ്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴദ്ദേഹം സിംഗപ്പൂരിൽ നിന്നാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഏതായാലും മോഹൻലാൽ പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് ഈ കാര്യം പറയാം. കാരണം വേറെ ഒന്നുമില്ല, എനിക്കത് മറച്ചു വെക്കാനൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മോഹൻലാലിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള കേസ് ഉണ്ടാവും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നോ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ആപ്പ് വെക്കേണ്ട കുറെ ടീമുണ്ടല്ലോ. മോഹൻലാലിന്റെ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കില്ല, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ കാലുകുത്താൻ അനുവദിക്കരുത്, ഞങ്ങൾക്ക് കിട്ടാത്ത സൗഭാഗ്യം അവനും വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് എംബോക്കികളുണ്ടല്ലോ. അവറ്റകൾ പോയിട്ട് പറഞ്ഞു മോഹൻലാലിന്റെ പേരിൽ മുട്ടൻ കേസ്, അങ്ങേര് കാട്ടു പോയിട്ട് ആനയെ കൊന്ന് ആ കൊമ്പെടുത്ത് കൊണ്ടുവന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിന്റെ പേരിലുള്ള കേസ് അങ്ങ് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് മോഹൻലാലിന് വിസ നിഷേധിച്ചത് എന്നാണ് ഇവിടെയുള്ള നമ്മുടെ ഒരു മാധ്യമ പ്രസ്ഥാനമായ മറുനാടൻ ഷാജൻ പറയുന്നത്. അദ്ദേഹത്തിന് ഇതിന്റെ ഇക്കുമത്തെല്ലാം അറിയാം, അതുകൊണ്ട് വിശ്വസിക്കാം നമുക്ക്. കാരണം എന്താ, അയാളും ഒരു യൂറോപ്പുമായിട്ട് ബന്ധമുള്ള ടീമാണ്. അപ്പൊ അയാൾക്ക് ഇതിന്റെ ഇക്കുമത്തും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഏതായാലും മോഹൻലാല് അവരോടൊക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ലാലേട്ടൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 50 വർഷത്തോളമായി സിനിമയിൽ വന്നിട്ട് ഒരുപക്ഷെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഈ വർഷം തന്നെ ഞാനിപ്പോൾ US ചെയ്തിട്ടുണ്ട്, ജർമ്മനി ചെയ്തിട്ടുണ്ട്, UK ചെയ്തിട്ടുണ്ട്, അയർലൻഡിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചത്. എൻ്റെ കൂടെയുള്ള എല്ലാവരും, കേസ് അടക്കമുള്ള എല്ലാവരും അവിടെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, സംഹൗ ഇറ്റ് ഹാപ്പൻ. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എൻ്റെ വിസ എനിക്ക് കിട്ടിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ഇറ്റ് കെൻ ബി എ ടെക്നിക്കൽ ഓർ എ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഓർ എ എന്താ പറയുക, ഒരു AI ജനറേറ്റഡ് എന്താണെന്ന് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. I am taking all the claim on me.
എൻ്റെ കുറ്റമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. എനിക്ക് വരാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. ഇതിനുവേണ്ടി ഒരു ഹ്യൂമൻലി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ വിധത്തിലും എല്ലാവരും പ്രവർത്തിച്ചു. എസ്പെഷ്യലി വിമൽ, കായൽ ഇവൻസിലെ വിമൽ, അതിൻ്റെ കൂടെയുള്ള ഓഫീസ്, എല്ലാവരും വി ട്രൈഡ് അവർ ബെസ്റ്റ്. എനിവേ അതിപ്പോൾ സംഭവിക്കുന്നില്ല. അത് എനിക്കറിയില്ല എന്താ പറയണമെന്ന്. ഐ എം വെരി സോറി. എത്രയോ ദൂരെ നിന്ന് ഡ്രൈവ് ചെയ്തും അല്ലാതെ ഈ ഷോ കാണാനെത്തിയ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആൻഡ് ഐ പ്രോമിസ് സംതിങ് ദാറ്റ് വി വിൽ കം ബാക്ക് വിത്ത് ദ സെയിം ടീം ആൻഡ് we'll do a wonderful show in front of you. കായൽ ഇവൻസിൽ തന്നെ വിമലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഷോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഡേറ്റ് എനിക്കറിയില്ല. ഇറ്റ്സ് ഓൾ അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റേജ് ആൻഡ് ദ പ്രിവിഷ്യസിന്റെ അവൈലബിലിറ്റി. അപ്പോൾ മോഹൻലാലിന് ഇതാണ് പറയാനുള്ളത്. അതായത് അടുത്ത സമയത്ത് തന്നെ ഇനി അവിടത്തേക്ക് വരുന്നതായിരിക്കും, പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് മോഹൻലാൽ പറയുന്നത്. അതായത് ഇത് ലാലേട്ടനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് മലയാളികൾ തമ്മിലുള്ള ഒരു ശീതസമരമാണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു അതിശയം. അതായത് യുവമാരൊക്കെ മനുഷ്യരാണോ? അന്യ നാട്ടിൽ പോയിട്ടും യുവമാരൊക്കെ തല്ലുകൂടാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വൃത്തികെട്ട ഗെയിമുകൾ കളിക്കാനൊക്കെ യുവമാരൊക്കെ മനുഷ്യരാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് വേറൊരു രാജ്യത്ത് പോയിട്ട് വരെ മറ്റുള്ള നമ്മുടെ നാട്ടുകാരനായ അല്ലെങ്കിൽ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനെ എതിരെ ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു വിസ വരെ നിഷേധിക്കുന്ന തരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ യുവമാരുടെ ആ ഒരു മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മാതിരി കൂതറ മൈൻഡുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് പറഞ്ഞത്. ഈ കടൽ കടന്ന് മാത്തുക്കുട്ടി പോലെയുള്ള സിനിമകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളാണ്. ഒരുപാട് പൈസയുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുഷ്ഠവും കൊണ്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. അവറ്റകളുടെ അടുത്തൊക്കെ പോയിട്ടാണ് ഈ ലാലേട്ടനെ പോലെയുള്ളവർ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ പിന്നെ അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ ഈ പാരവെച്ച അവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ലാലേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുപോലെ ഒരുപാട് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പ്രോഗ്രാം അവിടെ അവതരിപ്പിച്ചവരായിരിക്കും. പക്ഷെ അതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിഘണ്ടുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതേ അല്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ജയിക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവിടുന്ന് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം തന്നെയാണ്. അല്ലാതെ ലാലേട്ടനെ പോലെയുള്ള ഒരാൾക്ക് ഈ ഓസ്ട്രേലിയ പോലെയുള്ള സർക്കാരുകൾ വിസ നിഷേധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറയുന്നത് മോഹൻലാലിനെ ആയിരിക്കും അവിടെ അറിയുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആയിരിക്കും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം ഇതിനു മുമ്പ് അവതരിപ്പിച്ച പ്രോഗ്രാമുകൾ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള കൺട്രികൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാവില്ലേ അയാൾ ഏതെല്ലാം രാജ്യത്ത് പോയിട്ട് പിന്നെ എവിടെയൊക്കെ താമസിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്തില്ലേ. അദ്ദേഹം ഒരു വലിയ പ്രശ്നക്കാരനോ ഒന്നുമല്ലാന്ന് അത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ അകത്ത് പോയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പാരയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ പാര വെച്ചിരിക്കുന്നതാണെങ്കിൽ മലയാളികൾ തന്നെയാണ്, വേറൊരു മനുഷ്യന്മാരുമല്ല. മലയാളികൾക്ക് മാത്രമേ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. കാരണം എല്ലാ യൂറോപ്യൻ കൺട്രിയിലും നടക്കുന്നത് തന്നെയാണ് ഇത്. ഗൾഫ് കൺട്രിയിലൊന്നും ഇമാതിരി തൊട്ടിത്തരില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത് കേട്ടാ. കാരണം എന്താ വെച്ചാൽ അവിടെയൊന്നും ഇമാതിരി തൊട്ടിത്തരില്ല. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ യൂറോപ്യൻ കൺട്രിയിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഈ ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജനങ്ങളും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാം. നന്ദി, നമസ്കാരം.